PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് കേട്ടോ. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ കൃത്യമായിട്ട് വീഡിയോസ് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ആദ്യമായിട്ടാണ് PSC ക്രൗണ്ട് എന്ന യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് വീഡിയോ മുന്നോട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള സിലബസ്. നമ്മൾ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ് എല്ലാ ദിവസവും പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ തുടങ്ങി വെച്ചത്. 200 ഡേ ചലഞ്ചാണ് നമ്മൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചരിത്രത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു? യൂറോപ്യന്മാരുടെ വരവിനെക്കുറിച്ചും അതുപോലെ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെയും, പിന്നെ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പഠിച്ചു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് പഠിച്ചു, മഹാത്മാഗാന്ധിയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു പോയത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ കേരളവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഭൂപ്രകൃതിയെക്കുറിച്ചും ജില്ലകളെക്കുറിച്ചും ഒക്കെ പഠിക്കാനായിട്ട് നമ്മുടെ സിലബസിലുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് സിലബസ് ഓറിയൻ്റ് ആയിട്ടുള്ള ഒരു മിഷൻ 200 ഡേ മിഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്കൊരു മിഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെയാണ് ഈ മിഷൻ നമ്മൾ തുടങ്ങി വെച്ചേക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 200 ഡേ ചാലഞ്ച് നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും. കൂടാതെ തന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വർക്കൗട്ട് സെക്ഷൻ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. 2024 2023 ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും. ജനറൽ PSC പരീക്ഷ പേപ്പറുകളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മുൻവർഷ ചോദ്യങ്ങളിലൂടെ എന്നാണ് ആ സീരീസിൻ്റെ പേര്. അതും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. കേരളവും കേരളത്തിൻ്റെ അടിസ്ഥാനപ്പെട്ട വിവരങ്ങളും ഇന്നത്തെ ക്ലാസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. മറക്കണ്ട, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. കുറിച്ച് നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് തന്നെ പഠിച്ചു തുടങ്ങാം. കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ നീളം 580 കിലോമീറ്ററാണ്. കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ നീളം. കേരളത്തിൻ്റെ കടൽ തീരത്ത് നീളം എത്രയാണ്? 580 കിലോമീറ്റർ. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത് 560 കിലോമീറ്ററാണ്. 560 കിലോമീറ്ററാണ് കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം. കേരളത്തിൻ്റെ ജനസാന്ദ്രത എങ്ങനെയാണ്? 860 ഒരു ചതുരശ്ര കിലോമീറ്ററിൽ 860 കേരളത്തിൻ്റെ ജനസാന്ദ്രത എന്ന് പറയുന്നത്. സംസ്ഥാനങ്ങളിൽ ജനസംഖ്യയിൽ കേരളത്തിൻ്റെ സ്ഥാനം 13ാം സ്ഥാനത്താണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ 13ാമത്തെ സ്ഥാനമാണ് ജനസംഖ്യയിൽ കേരളത്തിനുള്ളത്. കേരളത്തിൻ്റെ ആകെ വിസ്തീർണം എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിൻ്റെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ തലസ്ഥാനം ഏതാണ്? തിരുവനന്തപുരമാണ് കേരളത്തിൻ്റെ തലസ്ഥാനം. അപ്പോൾ കേരളത്തിൽ കടൽത്തീരത്തിന് നീളം എന്ന് പറയുന്നത് 580 കിലോമീറ്ററാണ്. കേരളത്തിന് തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത് 560 കിലോമീറ്ററും. കേരളത്തിൻ്റെ ജനസാന്ദ്രത 860 ചതുരശ്ര കിലോമീറ്ററും. സംസ്ഥാനങ്ങളുടെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 13ഉം. കേരളത്തിൻ്റെ ആകെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്ററാണ്. കേരളത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? തിരുവനന്തപുരമാണ്. കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകൾ. എത്ര ജില്ലാ പഞ്ചായത്തുകളാണ് കേരളത്തിനുള്ളത്? 14. അതായത് ഓരോ ജില്ലയ്ക്കും ഓരോ ജില്ലാ പഞ്ചായത്ത് വെച്ച് 14 ജില്ലകളാണ് കേരളത്തിനുള്ളത്. ഇതിനകത്ത് ജില്ലാ പഞ്ചായത്തുകളും എത്ര തന്നെയാണ്? 14 ജില്ലാ പഞ്ചായത്തുകളാണ് കേരളത്തിൽ വരുന്നത്. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് കേരളത്തിന് വരുന്നത്. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകൾ 152. കേരളത്തിലെ റവന്യൂ ഡിവിഷനുകളുടെ എണ്ണം 27. കേരളത്തിലെ റവന്യൂ വില്ലേജുകളുടെ എണ്ണം 1664. കേരളത്തിലെ താലൂക്കുകളുടെ എണ്ണം 77. കേരളത്തിലെ കോർപ്പറേഷനുകളുടെ എണ്ണം 6. ഓർക്കുക, കേരളത്തിൽ ജില്ലാ പഞ്ചായത്തുകൾ 14 ബ്ലോക്ക് പഞ്ചായത്തുകൾ 152 ഗ്രാമപഞ്ചായത്തുകൾ 941 റവന്യൂ ഡിവിഷനുകൾ 27 റവന്യൂ വില്ലേജുകൾ 1664, താലൂക്കുകൾ 77, കോർപ്പറേഷനുകൾ 6. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ 140. കേരളത്തിലെ നിയമസഭാ അംഗങ്ങളുടെ എണ്ണം 141. കേരള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9. കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങൾ 20. കേരള നിയമസഭയിലെ ആദ്യ സംവരണ മണ്ഡലങ്ങൾ 16. കേരളത്തിലെ ലോകസഭാ സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം 2.
അപ്പോൾ കേരളത്തിൽ നിയമസഭാ മണ്ഡലങ്ങൾ എത്രയാണ്? 140. കേരളത്തിൽ നിയമസഭാ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 141. കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9. കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങൾ 20. കേരള നിയമസഭയിലെ ആദ്യ സംവരണ മണ്ഡലങ്ങൾ 16. കേരളത്തിൽ ലോകസഭാ സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം 2. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? പാലക്കാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയോ? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. അപ്പോൾ ഏറ്റവും വലിയ ജില്ല പാലക്കാടും ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയുമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വില്ലേജ് കണ്ണൻദേവൻ ഹിൽസാണ്. കണ്ണൻദേവൻ ഹിൽസാണ് ഏറ്റവും വലിയ വില്ലേജ്. കേരളത്തിലെ ഏറ്റവും ചെറിയ വില്ലേജ് കുടയത്തൂർ. കുടയത്തൂറാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ വില്ലേജ്. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമളിയാണ്. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണമാണ്. അപ്പോൾ ഒരു വള എന്ന് പറഞ്ഞാൽ എന്താണ്? വള എന്ന് പറഞ്ഞാൽ ചെറുതാണ്, ഒരു ചെറിയ റൗണ്ടിലുള്ളതിനെ നമ്മൾ വളയിലേക്ക് നമുക്ക് ഇടാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും അത് കഴിച്ച് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏറ്റവും ചെറുതായിട്ട് വരുന്നത് എങ്ങനെയാണ്? വളപട്ടണം. വളയുടെ അളവ് എന്ന് പറയുന്നത് വളരെ ചെറുതായിട്ടാണ് ഉള്ളതെന്ന് മനസ്സിൽ കണക്കൂട്ടി ഓർക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാട്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ വില്ലേജ് കണ്ണൻദേവൻ ഹിൽസാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ വില്ലേജ് കുടയത്തൂർ. കുടയത്തൂറാണ് ഏറ്റവും ചെറിയ വില്ലേജ്. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമളി. വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണവുമാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ചെറിയ വില്ലേജ് എന്ന് പറയുന്നതാണ് കൊടയുടെ അത്രയേ ഉള്ളൂ. ചെറിയ കൊടയ്ക്ക് എങ്ങനെയാണ്? ചെറിയൊരു വട്ടമാണുള്ളത്. അപ്പോൾ കുടയത്തൂർ എന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാട്. ഏറനാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക്. കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂര്. കുന്നത്തൂരാണ് ഏറ്റവും ചെറിയ താലൂക്ക്. ഏറ്റവും വലിയ താലൂക്ക് ഏതാണ്? ഏറനാടാണ്. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ മുനിസിപ്പാലിറ്റി തൃപ്പൂണിത്തുറയാണ്. ഏറ്റവും വിസ്തീർണം കൂടിയ മുനിസിപ്പാലിറ്റി. ഏറ്റവും വിസ്തീർണം കുറഞ്ഞ മുനിസിപ്പാലിറ്റി ആലുവയാണ്. ഏറ്റവും വിസ്തീർണം കുറഞ്ഞത് ആലുവയിലും ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറമാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല വയനാടാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ എവിടെയാണ്? മലപ്പുറം ജില്ലയിലും. കേരളത്തിൽ ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല വയനാടുമാണ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും വലിയ താലൂക്ക് ഏറനാട്. കേരളത്തിൽ ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂര്. കേരളത്തിൽ ഏറ്റവും വിസ്തീർണം കൂടിയ മുനിസിപ്പാലിറ്റി തൃപ്പൂണിത്തുറ. കേരളത്തിൽ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ മുനിസിപ്പാലിറ്റി ആലുവ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല വയനാട്. ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തിലുള്ള ജില്ല വയനാട്. കൂടുതൽ എവിടെയാണ്? മലപ്പുറത്ത്. വിസ്തീർണം കുറഞ്ഞ മുനിസിപ്പാലിറ്റി ആലുവ. വിസ്തീർണം കൂടിയ മുനിസിപ്പാലിറ്റി തൃപ്പൂണിത്തുറ. ചെറിയ താലൂക്ക് കുന്നത്തൂര്. വലിയ താലൂക്ക് ഏറനാട്. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ളത് മലപ്പുറം ജില്ലയ്ക്കാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ളത് തൃശ്ശൂരാണ്. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ മലപ്പുറത്തിനും ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ തൃശ്ശൂർ ജില്ലയ്ക്കുമാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുള്ള ജില്ല വയനാടും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല എറണാകുളവും. കേരളത്തിൽ ഏറ്റവും കുറവ് നഗരസഭയുള്ള ജില്ല ഇടുക്കിയുമാണ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ലയ്ക്കാണ് മലപ്പുറമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തിലുള്ളത് തൃശ്ശൂരിനും. കേരളത്തിൽ ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തിലുള്ള ജില്ല വയനാടും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല എറണാകുളവും. കേരളത്തിൽ ഏറ്റവും കുറവ് കൂടുതൽ നഗരസഭകളുള്ളത് എറണാകുളത്തിനും ഏറ്റവും കുറവ് നഗരസഭയുള്ളത് എവിടെയാണ്? ഇടുക്കി ജില്ലയ്ക്കുമാണ്. ഏറ്റവും കൂടുതൽ താലൂക്കുള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ താലൂക്കുള്ള ജില്ല വയനാടാണ്. ഏറ്റവും കുറവ് താലൂക്കുള്ള ജില്ല. ഏറ്റവും കുറവ് താലൂക്കുള്ള ജില്ല വയനാട്. ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ള ജില്ല മലപ്പുറം. ഏറ്റവും കുറവ് സർക്കാർ സ്കൂളുള്ള ജില്ല വയനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടികവർഗ്ഗക്കാരുള്ള ജില്ല വയനാട്. കേരളത്തിൽ ഏറ്റവും കുറവ് പട്ടികവർഗ്ഗക്കാരുള്ള ജില്ല ആലപ്പുഴ. അപ്പോൾ ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ളത് എവിടെയാണ്? വയനാട് ജില്ലയ്ക്കാണ് ഏറ്റവും കൂടുതൽ താലൂക്കുകൾ കേരളത്തിനുള്ളത്. ഏറ്റവും കൂടുതൽ കുറവ് താലൂക്കുകളുള്ള ജില്ല വയനാട്. ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ള ജില്ല മലപ്പുറം. ഏറ്റവും കുറവ് സർക്കാർ സ്കൂളുകളുള്ള ജില്ല വയനാട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടികവർഗ്ഗക്കാരുള്ള ജില്ല വയനാടാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് പട്ടികവർഗ്ഗക്കാരുള്ളത് ആലപ്പുഴ. അപ്പോൾ ഏറ്റവും കൂടുതൽ വയനാടും ഏറ്റവും കുറവ് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലുമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള ജില്ല. പട്ടികജാതിക്കാരാണ് കേട്ടോ പാലക്കാട്. അപ്പോൾ ഓർക്കുക, കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ജില്ല പാലക്കാട്. പട്ടികജാതി നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല കണ്ണൂർ. അപ്പോൾ ഏറ്റവും കൂടുതൽ
പട്ടികജാതിക്കാർ ഉള്ള ജില്ല പാലക്കാടും കേരളത്തിൽ ഏറ്റവും കുറവ് പട്ടികജാതിക്കാരുള്ള ജില്ല വയനാടും പട്ടികജാതി നിരക്ക് ഏറ്റവും കൂടുതലുള്ളത് പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള ജില്ല പാലക്കാടാണ്. പട്ടികജാതി നിരക്ക് ഏറ്റവും കൂടുതലും എവിടെ തന്നെയാണ്? പാലക്കാട് തന്നെയാണ്. ഏറ്റവും കുറവ് പട്ടികജാതിക്കാരുള്ള ജില്ല വയനാടും പട്ടികജാതി നിരക്ക് കുറവുള്ളത് എവിടെയാണ്? കണ്ണൂരാണ്. മാറിപ്പോവരുത്. ഏറ്റവും കുറവ് പട്ടികജാതിക്കാരുള്ള ജില്ല വയനാടാണ്. ആ സമയത്ത് പട്ടികജാതി നിരക്ക് ഏറ്റവും കുറവുള്ളത് എവിടെയാണ്? കണ്ണൂരാണ്. അത് തമ്മിൽ മാറിപ്പോകാൻ നോക്കുക. പട്ടികവർഗ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല വയനാട് ജില്ലയാണ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള ജില്ല പാലക്കാട്, കേരളത്തിൽ ഏറ്റവും കുറവ് പട്ടികജാതിക്കാരുള്ള ജില്ല വയനാട്, ഏറ്റവും കൂടുതൽ പട്ടികജാതി നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല പാലക്കാട്, പട്ടികജാതി നിരക്ക് ഏറ്റവും കുറവ് വർഗ നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല ആലപ്പുഴയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. കേരളത്തിലെ നദികളുടെ എണ്ണം എത്രയാണ്? എല്ലാവർക്കും അറിയാം 44 നദികളാണ്. അത് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ എത്രയാണ്? 41. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ 3. ഏതൊക്കെയാണത്? കബനി, ഭവാനി, പാമ്പാർ എന്ന് പറയുന്ന 3 നദികളാണ് എങ്ങോട്ട് ഒഴുകുന്നത്? കിഴക്കോട്ട് ഒഴുകുന്നത്. ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ്. അപ്പോൾ നമ്മൾ ഈ നദികളുടെയൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കേരളത്തിലെ നദികൾ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ കേരളത്തിലെ നദികളുടെ എണ്ണം 44. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ 41, കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ 3. ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? അത് പെരിയാറാണ്. ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴയാണ്. കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി ഏതാണ്? രാമപുരം പുഴ. കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി രാമപുരം പുഴയാണ്. ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴയുമാണ്. ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാറാണ്. ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴയാണ്. അപ്പോൾ ഏറ്റവും നീളം കുറഞ്ഞ നദിയും ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദിയും ഏത് തന്നെയാണ്? മഞ്ചേശ്വരം പുഴ തന്നെയാണ്. കേരളത്തിലെ കായലുകളുടെ എണ്ണം 34, കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളുടെ എണ്ണം 7. അപ്പോൾ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴ, കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി രാമപുരം പുഴ, ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാറ്, ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴ, കേരളത്തിലെ കായലുകളുടെ എണ്ണം 34, കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളുടെ എണ്ണം 7. കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് പട്ടത്താണ് കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ തമ്പാനൂർ. കേരളത്തിലെ ആദ്യ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തമ്പാനൂരാണ്. കേരളത്തിലെ ആദ്യ തീരദേശ പോലീസ് സ്റ്റേഷൻ നീണ്ടകരയാണ്. കേരളത്തിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷനോ? അത് കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യ ടൂറിസം പോലീസ് സ്റ്റേഷൻ മട്ടാഞ്ചേരി. കേരളത്തിലെ ആദ്യ മെട്രോ പോലീസ് സ്റ്റേഷൻ നമ്മുടെ കൊച്ചിയിലാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ പട്ടമാണ്. ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ പട്ടമാണ്. കേരളത്തിലെ ആദ്യ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ ആണെങ്കിലോ അത് തമ്പാനൂരാണ്. കേരളത്തിലെ ആദ്യ തീരദേശ പോലീസ് സ്റ്റേഷൻ നീണ്ടകരയാണ്. ഈ പോലീസ് സ്റ്റേഷൻ വളരെ PSCയുടെ ഒരു ഇഷ്ട ചോദ്യമാണ്. പല PSC എക്സാമുകളും ചോദിച്ചു കണ്ടിട്ടുണ്ട്. കേരളത്തിലെ ആദ്യ തീരദേശ പോലീസ് സ്റ്റേഷൻ്റെ എവിടെയാണെന്ന്. കേരളത്തിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട്. കേരളത്തിലെ ആദ്യ ടൂറിസം പോലീസ് സ്റ്റേഷൻ മട്ടാഞ്ചേരി. കേരളത്തിലെ ആദ്യ മെട്രോ പോലീസ് സ്റ്റേഷൻ ആണെങ്കിലോ അത് കൊച്ചിയിലാണ്. ഇനി ഇന്ത്യയിൽ കേരളത്തിൽ ആദ്യം നിലവിൽ വന്നവ. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇന്ത്യയിൽ കേരളത്തിൽ ആദ്യം നിലവിൽ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നോക്കിപ്പോവാം. ഏറ്റവും കൂടുതൽ സുഗന്ധവ്യഞ്ജനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഏറ്റവും കൂടുതൽ സുഗന്ധവ്യഞ്ജനങ്ങൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? നമ്മുടെ കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ തോറിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ്. ആദ്യമായി ലോട്ടറി ആരംഭിച്ച സംസ്ഥാനമാണ്. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് നമ്മുടെ കേരളമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സുഗന്ധവ്യഞ്ജനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം, ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം, ഏറ്റവും കൂടുതൽ തോറിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം, ആദ്യമായി ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം, ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച സംസ്ഥാനം. ആദ്യമായി ബയോളജിക്കൽ പാർക്ക് സ്ഥാപിതമായ സംസ്ഥാനം, ഇക്കോ ടൂറിസം ആരംഭിച്ച സംസ്ഥാനം, മാജിക് ടൂറിസം ആരംഭിച്ച സംസ്ഥാനം, മോഹിനിയാട്ടം എന്ന ക്ലാസിക്കൽ കലാരൂപം ഉത്ഭവിച്ച സംസ്ഥാനം, ആദ്യത്തെ ജൂതപ്പള്ളി, ക്രിസ്ത്യൻ പള്ളി, മുസ്ലിം പള്ളി എന്നിവ സ്ഥാപിതമായിട്ടുള്ള സംസ്ഥാനം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി, മുസ്ലിം പള്ളിയും ജൂതപ്പള്ളിയും ഒക്കെ എവിടെയാണ് ആദ്യം സ്ഥാപിതമായിട്ടുള്ളത്? കേരളത്തിലാണ്. അപ്പോൾ ആദ്യമായി ബയോളജിക്കൽ പാർക്ക് സ്ഥാപിതമായിട്ടുള്ള സംസ്ഥാനം, ഇക്കോ ടൂറിസം ആരംഭിച്ച സംസ്ഥാനം, മാജിക് ടൂറിസം ആരംഭിച്ച സംസ്ഥാനം, മോഹിനിയാട്ടം എന്ന ക്ലാസിക് കലാരൂപം ഉത്ഭവിച്ച സംസ്ഥാനം, ആദ്യത്തെ ജൂതപ്പള്ളി, ക്രിസ്ത്യൻ പള്ളി, മുസ്ലിം പള്ളി എന്നിവയെല്ലാം സ്ഥാപിതമായത് എവിടെയാണ്? നമ്മുടെ കേരളത്തിലാണ്.
കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സംസ്ഥാനം. കായിക വിദ്യാഭ്യാസത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? കേരളം. ഭാരതത്തിൽ ആദ്യമായി ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ച സംസ്ഥാനം. മുഴുവൻ ഗ്രാമങ്ങളെയും റോഡ് മുഖേന ബന്ധിപ്പിച്ച ആദ്യ സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില പരസ്യരഹിത സംസ്ഥാനം. അപ്പോൾ കായിക വിദ്യാഭ്യാസത്തെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സംസ്ഥാനമാണ്. ഭാരതത്തിൽ ആദ്യമായി ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ച സംസ്ഥാനമാണ്. മുഴുവൻ ഗ്രാമങ്ങളെയും റോഡ് മുഖേന ബന്ധിപ്പിച്ച ആദ്യ സംസ്ഥാനമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില രഹിത സംസ്ഥാനം കൂടിയാണ് ഇത് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ജനനനിരക്ക്, മരണനിരക്ക് എന്നിവ ഏറ്റവും കുറവുള്ള സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും കുറവ് ജനനനിരക്കും മരണനിരക്കും എവിടെയാണ്? നമ്മുടെ കേരളത്തിലാണ്. ഇന്ത്യയിലെ ആദ്യ ശിശു സൗഹൃദ സംസ്ഥാനമാണ്. അതുപോലെ തന്നെ എല്ലാ ഗ്രാമവാസികൾക്കും മൊബൈൽ ഫോൺ ഉള്ള സംസ്ഥാനമാണ്. പ്രവാസികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ സംസ്ഥാനം. പ്രവാസികൾക്ക് ക്ഷേമനിധി, എല്ലാ ഗ്രാമവാസികൾക്കും മൊബൈൽ ഫോൺ ഉള്ള സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ ശിശു സൗഹൃദ സംസ്ഥാനം. അതുപോലെ ജനനനിരക്കും മരണനിരക്കും ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഏത് തന്നെയാണ്? കേരളം തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യമായി ടെക്നോ പാർക്ക് സ്ഥാപിതമായിട്ടുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി ടെക്നോ പാർക്ക് സ്ഥാപിതമായിട്ടുള്ള സംസ്ഥാനമാണ്. മലിനീകരണ നിയന്ത്രണ ബോർഡ് ആരംഭിച്ച ആദ്യ സംസ്ഥാനമാണ്. എയർ ആംബുലൻസ് ആരംഭിച്ച ആദ്യ സംസ്ഥാനമാണ്. ജന്മി സമ്പ്രദായം അവസാനിപ്പിച്ച ആദ്യ സംസ്ഥാനമാണ്. ഭിന്നലിംഗക്കാർക്ക് വേണ്ടി സഹകരണ സംഘങ്ങൾ ആരംഭിച്ച ആദ്യ സംസ്ഥാനമാണ്. സമ്പൂർണ്ണ വനിതാ പോലീസ് ബറ്റാലിയൻ ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏത് തന്നെയാണ്? കേരളം തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യമായി ടെക്നോ പാർക്ക് സ്ഥാപിതമായിട്ടുള്ള സംസ്ഥാനം, മലിനീകരണ നിയന്ത്രണ ബോർഡ് ആരംഭിച്ച ആദ്യ സംസ്ഥാനം, എയർ ആംബുലൻസ് സംവിധാനം ആരംഭിച്ച ആദ്യ സംസ്ഥാനം, ജന്മി സമ്പ്രദായം അവസാനിപ്പിച്ച ആദ്യ സംസ്ഥാനം, ഭിന്നലിംഗക്കാർക്ക് വേണ്ടി സഹകരണ സംഘങ്ങൾ ആരംഭിച്ച ആദ്യ സംസ്ഥാനം, സമ്പൂർണ്ണ വനിതാ പോലീസ് ബറ്റാലിയൻ ആരംഭിച്ച ആദ്യ സംസ്ഥാനം. ഇവയൊക്കെ ഏത് തന്നെയാണ്? നമ്മുടെ ഈ കൊച്ചു കേരളം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരളത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ് നോക്കിപ്പോയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഓരോ ജില്ലയെക്കുറിച്ചും, അതായത് കേരളത്തിൽ ഉള്ള 14 ജില്ലകൾ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, അങ്ങനെ 14 ജില്ലകളെക്കുറിച്ചും ഓരോ ജില്ലയും സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നമുക്ക് കേറ്റഡ് കാറ്റഗറി 3ക്കും കേറ്റഡ് കാറ്റഗറി 3 മലയാളത്തിനും കാറ്റഗറി 2 നമുക്ക് കേറ്റഡ് കാറ്റഗറി 3 അതുപോലെ സോഷ്യൽ സയൻസ്, കേറ്റഡ് കാറ്റഗറി 2 സോഷ്യൽ സയൻസ്, കേറ്റഡ് കാറ്റഗറി 3 മലയാളം, അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസിനും LP UPക്കും ഒക്കെ നമുക്ക് ഗ്രൂപ്പുകളുണ്ട്. അതുപോലെ PSC അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞ് നമുക്ക് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ നമുക്ക് PSC സംബന്ധമായിട്ടുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ സാധിക്കും. ആ ഗ്രൂപ്പുകളുടെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ആദ്യമായിട്ടാണ് PSC റൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊരു സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.